നമുക്ക് 11,66,000 ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 83,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് നമ്മളെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇതിലൊരു പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിൻ ഉപയോഗിച്ച് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാം. അതെ, ഇപ്പൊ ട്രിപ്പ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ കോഫി 70,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് ഒരു വാഹനം SUV നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള വാഹനമാണ്. ഇപ്പോഴത്തെ ഓഫർ എന്നുള്ള നമുക്ക് രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഓഫർ എന്നുള്ള രീതിയിൽ മലയാളി മീഡിയയിലെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഹുണ്ടായിന്റെ ജനപ്രിയ വാഹനങ്ങളോണ്ടാണ് കേട്ടോ. ഹുണ്ടായിന്റെ ന്യൂ കാർ ആരെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ സംഭവം എന്താന്ന് കേട്ടോളി. മലപ്പുറം ജില്ലയിൽ 4 ബ്രാഞ്ചുകളിൽ MY24 ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇയർ ബാക്ക് വന്ന നിങ്ങളുടെ ഹുണ്ടായി ഇഷ്ടവാഹനങ്ങൾ പ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കാണ്. 50,000 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് പ്രൈസ് ഡിഫറൻസ് കേട്ടോ. ഇയർ ബാക്ക് വന്ന വാഹനങ്ങളാണ്. എല്ലാ ടൈമിലും ജനപ്രിയ വാഹനമായിട്ടുള്ള ഹുണ്ടായിന്റെ ക്രെറ്റ ഇതുവരെ ഓഫർ കൊടുക്കാത്ത വണ്ടി വലിയ ഒരു ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹുണ്ടായിയുടെ വെന്യൂ ഉണ്ട്. ഇനി ഹുണ്ടായിന്റെ ഇലക്ട്രിക് വാഹനം വരെ നമുക്ക് ഓഫർ ലഭിക്കും കേട്ടോ. ഇനി ഇത് i20 നല്ലൊരു പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റർ ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പെരുന്നാളൊക്കെ പ്രമാണിച്ച് ആരെങ്കിലും ഹുണ്ടായിന്റെ ഒരു ന്യൂ കാർ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മാത്രമല്ല നിങ്ങൾ ഫ്രണ്ടോ ഫാമിലി ആരെങ്കിലും ഈ ഒരു ഹുണ്ടായിന്റെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് കൂടി എത്തിച്ചോ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു എല്ലാ വാഹനത്തിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പരിചയപ്പെടാം. കമോൺ ഗൈസ്, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രീരാഗ് ബ്രോ ആണ്. ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലേ ബ്രോ? MY2024 ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ 4 ഷോറൂം നമുക്ക് വരുന്നുണ്ട്. തിരൂര്, വളാഞ്ചേരി, അതുപോലെ തന്നെ മഞ്ചേരി, പെരിന്തൽമണ്ണ. ഈ 4 ഷോറൂമുകളിലായിട്ടാണ് നമ്മൾ ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 2024 മാനുഫാക്ചറിങ് ചെയ്ത വണ്ടികൾ 25 ആകുമ്പോൾ നമുക്കത് ഇയർ ബാക്ക് ആവും. അങ്ങനെയുള്ള വണ്ടികളിലാണ് ഏകദേശം നമ്മുടെ കയ്യിൽ ഏകദേശം 50ഓളം വണ്ടികൾ വരുന്നുണ്ട്. സ്റ്റോക്ക് ഉണ്ട്. അതെ, കറന്റ് നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രമായിട്ട് നമ്മൾ ചോദിച്ചോട്ടെ, ഈ വാഹനങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പോയത് അതുപോലെ തന്നെ യൂസ്ഡ് അങ്ങനെ വല്ല വാഹനങ്ങളാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞല്ലോ 24 മാനുഫാക്ചറിങ് ചെയ്ത വണ്ടിയാണ്. 2025 വരുമ്പോൾ അതെന്ത് ചെയ്യായി ഇയർ ബാക്ക് വണ്ടി. അതായത് വണ്ടിയിൽ ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയർ ബാക്ക് വണ്ടിയായി 3 മാസം 4 മാസം പഴക്കം അത്രേ ഉള്ളൂ. യൂസ് ചെയ്ത വണ്ടി അല്ല, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഒന്നും അല്ല. അതായത് ഫ്രഷ് നമ്മളത് മാനുഫാക്ചറിങ് ചെയ്ത വണ്ടികളാണ് ഇപ്പൊ ഇത് മൊത്തം കാണുന്നത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2024 മാനുഫാക്ചറിങ് ചെയ്തു എന്നുള്ളൂ. വലിയൊരു പ്രൈസിന്റെ മാറ്റം വരുന്നുണ്ടോ? നമുക്ക് ഞാൻ പറഞ്ഞു 2015 മുതൽ ക്രെറ്റ നിലവിൽ വന്നിട്ടുണ്ട്. അത് മുതൽ ഇതുവരെ ക്രെറ്റയ്ക്ക് നിലവിൽ ഹുണ്ടായിന്റെ ഭാഗത്തുനിന്ന് ഡീലർഷിപ്പിന് പറഞ്ഞു ഇതുവരെ ഓഫർ സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഡിമാൻഡ് ഉള്ള ഒരു വാഹനം. അതെ, കാരണം ഏത് മോഡലായാലും. അതെ, ഈ ക്രെറ്റ എന്ന് പറയുന്നത് SUV-കളിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും പെർഫോമൻസ് ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും, ഇന്റീരിയർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ആ വണ്ടി കടക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അത് 2025 ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലേ 10 വർഷം ഏകദേശം നമുക്ക് ക്രെറ്റ ഇറങ്ങിയിട്ട്. പെരുന്നാള് റംസാനൊക്കെ ഒരു ഹുണ്ടായിന്റെ ന്യൂ കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വണ്ടിയിലും നല്ലൊരു പ്രൈസിന് മാറ്റാണ് വരുന്നത്. അത് ഈ ഒരു മാസം മാത്രമുള്ള ഒരു ഓഫറാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എനിക്കും തോന്നുന്ന ഒരു സംശയമാണ്, 25 ഒരു ന്യൂ കാർ എടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ 24 ഈ ഒരു ഇയർ ബാക്ക് വാഹനം എടുക്കുന്നവർക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. അതിന് പുറമെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം, 7 വർഷത്തേക്കുള്ള ലോണ്, അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം. 2025 കിട്ടുന്ന എല്ലാ വണ്ടികൾക്കും കിട്ടുന്ന ആനുകൂല്യം നമ്മൾ 2024 കിട്ടുന്ന എല്ലാ വണ്ടികൾക്കും കിട്ടുന്നതായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ ആ കാര്യത്തിൽ ആരും വെറിഡ് ആവേണ്ട ആവശ്യമില്ല. ഒരു പുതിയ വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്, അതും ഈ ഒരു പ്രൈസിൽ അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഏത് വണ്ടി ആയിക്കോട്ടെ എക്സ്ചേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ. മാത്രമല്ല ഫിനാൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% വരെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ഹുണ്ടായിന്റെ i20 പരിചയപ്പെടാം. ഇറങ്ങിയത് മുതൽ ഇതുവരെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അടിപൊളി ഡിസൈൻ, ഒരു സ്പോർട്ടി ഡിസൈൻ ആണല്ലേ വാഹനത്തിന്. ഓക്കെ, ഈ ഒരു വാഹനം ഒരു സ്പെഷ്യൽ എഡിഷൻ ആണോ? അതെ, സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് N-Line അല്ലേ? അതെ, N-Line എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ എഡിഷനിൽ N-Night എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ടർബോ മാനുവൽ ആണ്.
ടർബോ ആണ്. പവറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോർമൽ i20യും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞല്ലോ പോലെ 1 ലിറ്റർ ടർബോ ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന N8 എന്നുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ i20 N-Line ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പവർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 118 bhpയും അതുപോലെ തന്നെ 172 Nm ടോർക്കും ആണ് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. തീർച്ചയായും ടോർക്കും പവറൊക്കെ വരുമ്പോൾ നമുക്ക് മൈലേജിന് എന്താണ്? മൈലേജ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പനി മൈലേജ് പറയുന്നത് 19.5 ആണ്. ഇതിൽ നമുക്ക് ആക്ച്വൽ നമുക്കൊരു കസ്റ്റമർ റിവ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 14 റേഞ്ചിൽ നമുക്ക് സിറ്റിയിലും അതുപോലെ തന്നെ 17 റേഞ്ചിൽ നമുക്ക് ഹൈവേയിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഹാപ്പിയാണ്. അതിൽ തീർച്ചയായിട്ടും അത് ഇത്രയും പവർ തരുന്ന ഒരു വാഹനത്തിൽ ഇത്രയും മൈലേജ് ഉണ്ടാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ആണ്. മാത്രമല്ല ഇതിന് സൺറൂഫ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നു. ലേറ്റസ്റ്റ് ഒരുപാട് ഹുണ്ടായിന് പിന്നെ പറയേണ്ട ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്ന പൈസക്കുള്ള വണ്ടി ഉണ്ടാവും. മാത്രമല്ല ഈ റിയർ AC അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ AC, സൺറൂഫ്, റൂഫൊക്കെ ആണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ഒരു തീമിലാണല്ലേ വരുന്നത്. ഓക്കെ, സ്പോർട്ടി ലുക്കാണ് വരുന്നത്. മാത്രമല്ല അലോയ് വീൽസ് ആയിക്കോട്ടെ, ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഡുവൽ ടോൺ ആണ് അല്ലേ. ഓക്കെ, ഈ ഒരു വാഹനത്തിന് എത്രയാണ് ഇപ്പോൾ നമ്മൾ 25-ൽ എടുക്കുന്നതും ഈ ഒരു ടൈമിൽ എടുക്കുന്ന 25-ലാണെന്നുണ്ടെങ്കിൽ 13,46,000 രൂപ നിങ്ങൾ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ്. അതെ, ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് ഇതിന് വരുന്നുണ്ട്. അതേസമയം നിങ്ങൾ 2024-ലേക്ക് ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് എന്താണ് 70,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഒറ്റയടിക്ക് 70,000 കുറച്ച്. ഇയർ ബാക്ക് വണ്ടി എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 73,000 രൂപയുടെ ഓഫർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് അല്ലേ. 73,000 രൂപയുടെ വ്യത്യാസത്തോടു കൂടെ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാം. മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ ഓഫേഴ്സും ഈ വാഹനത്തിൽ കിട്ടൂലേ. ഒരു ന്യൂ കാർ ഇപ്പോൾ 25-ൽ എടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അതേ ഓഫർ നമുക്ക് ഈ വാഹനത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കോമ്പാക്ട് XUV സെഗ്മെന്റിൽ നല്ല രീതിയിൽ തന്നെ സെയിൽ നടന്നൊരു വാഹനമാണ് ഹുണ്ടായിയുടെ വെന്യൂ. ഇത് പഴയ മോഡലായിക്കോട്ടെ പുതിയ മോഡലായിക്കോട്ടെ. പുതിയ മോഡലിൽ ഗ്രില്ല് അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു മാറ്റം വരുന്നുണ്ടല്ലേ, ഇന്റീരിയർ ഒക്കെ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു വാഹനം എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് 11,66,000 ആണ് ഇത് ഓൺ റോഡ് വരുന്നത് ഈ വാഹനത്തിന്. ഇപ്പൊ ഈ വാഹനം S ഓപ്ഷൻ ആയിട്ടുള്ള മോഡലാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇത് നമുക്ക് പെട്രോളില് S ഓപ്ഷൻ ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. അതായത് വെന്യൂല് മിഡിൽ ഓപ്ഷൻ എന്നാണ് ഇതിന് പറയാം. മിഡിൽ ഓപ്ഷൻ ഇതിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ലഭിക്കും. അതെ, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. നല്ല ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് 350 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരിക. 350. അതെ, നമ്മളെ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, കണക്റ്റഡ് ടൈൽ ലാമ്പ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ്, റിയർ AC വെന്റ്സ്, ടച്ച് സ്ക്രീൻ, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ എല്ലാം നമുക്ക് ഈ വാഹനത്തിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ. അതെ, ഓക്കെ, അത്യാവശ്യം നല്ല ലെഗ് റൂം തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇപ്പോൾ 2025-ലും എടുക്കുന്നതിലും എത്ര നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക? നമുക്ക് 11,66,000 ആണ് ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് 2024-ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 83,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര രൂപക്ക് ഇത് പുറത്തിറക്കാം? നമുക്കൊരു 11 ലക്ഷത്തിന്റെ താഴേക്ക് നമുക്ക് ഈ വാഹനം പുറത്തേക്ക് ഇറക്കാം. 11 ലക്ഷം രൂപയുടെ താഴെ അല്ലേ? അതെ, 11 ലക്ഷം രൂപയുടെ താഴെ ഈ ഒരു വാഹനം നമുക്ക് പുറത്തേക്ക് ഇറക്കാം. കൂടാതെ എല്ലാ ഓഫേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണല്ലേ. നമുക്ക് ഈ പെട്രോൾ വേരിയന്റിൽ ഏകദേശം എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 14 റേഞ്ചിൽ നമുക്ക് സിറ്റിയിലും അതുപോലെ തന്നെ 18 റേഞ്ചിൽ നമുക്ക് ഹൈവേയിലും നമുക്ക് ഇതിന്റെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്യാവശ്യം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പൊ ആരെങ്കിലും നമ്മൾക്ക് വെന്യൂ ഈ ഒരു അവസരത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 11 ലക്ഷത്തിന്റെ താഴെ മാത്രമേ ഈ വാഹനത്തിന്റെ പ്രൈസ് വരുന്നുള്ളൂ. പല കളറിൽ പല വേരിയന്റിൽ ഒരുപാട് എക്സ്റ്റീരിയർ കാണുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് പറഞ്ഞാലേ ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു? നമുക്ക് ഏകദേശം 8ഓളം വേരിയന്റ് വരുന്നുണ്ട്. അതിൽ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ താഴേക്ക് വരുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്, ഒരു SX ആയിട്ടുള്ള മോഡല്. അതിൽ അതെ, അതാകുമ്പോ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ താഴെ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ നമ്മളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് ഒരു വാഹനം SUV നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള വാഹനമാണ്. തീർച്ചയായും ഇതിൽ തന്നെ നമുക്ക് സൺറൂഫ് അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീല്, റിയർ ക്യാമറ, അതേപോലെ തന്നെ വൈപ്പർ, ഡീഫോഗർ, 6 എയർ ബാഗ്സ് തുടങ്ങിയ ഒരുപാട് മറ്റുള്ള ബ്രാൻഡുകൾ കൊടുക്കാൻ മടിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക്. പ്ലസ് അതിന് പുറമെ നമ്മൾ 2024-ല് നമുക്കൊരു ഇതിനൊരു അവാർഡും പാടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈക്കോർട്ട് അവാർഡ് എന്ന് പറയും. അതായത് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ 2023-ലാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് കാർ എന്നുള്ള അവാർഡും പാടെ നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സ്റ്ററിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ ബേസ് മോഡൽ മുതൽ ഫുൾ ഓപ്ഷൻ വരെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്
ആയിട്ടാണ് നമുക്ക് ബേസ് എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ സേഫ്റ്റിന്റെ കാര്യത്തിൽ കുറച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാഹനം കൂടി നമുക്ക് വിശേഷിപ്പിക്കാം. മാത്രമല്ല റിയർ AC, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC തുടങ്ങിയ സൺറൂഫ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുന്നതുകൊണ്ട് എത്രയാണ് നമുക്ക് ബെനിഫിറ്റ്? നമുക്ക് ഏകദേശം 70,000 രൂപയുടെ ബെനിഫിറ്റ് ആണ് നമുക്ക് 2020 വാഹനം 24 വാഹനം എടുക്കാം. 25 എടുക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ്? 24 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് നമുക്ക് 2025 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 11,26,000 വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കാണുന്ന വാഹനത്തിന്. 11,26,000. അപ്പോൾ നമുക്ക് 24 വണ്ടി എടുക്കുകയാണെങ്കിലോ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 70,000 രൂപയുടെ ബെനിഫിറ്റും നമുക്ക് 2024 വൈക്കിളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എക്സ്റ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ആരും മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇതുവരെ ഹുണ്ടായിൻ്റെ ചരിത്രത്തിൽ ഓഫർ കൊടുക്കാത്തൊരു വാഹനമാണ് ഹുണ്ടായിൻ്റെ ക്രെറ്റ. ജനപ്രിയ വാഹനമാണ്. ഇതിന് മൈലേജ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ്, പെർഫോമൻസ്, സേഫ്റ്റി, ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയൊരു വാഹനം അല്ലേ? ഓക്കെ, ഇതിന്റെ ബ്ലാക്ക് ആണ് ഒന്നുകൂടി എനിക്ക് ഇഷ്ടമുള്ള കളർ, പക്ഷെ വൈറ്റിന് ഒരുപാട് ആരാധകരുണ്ട്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീലും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 10.2 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ആ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിരിക്കും. അതെ, പ്ലസ് അതിന് പുറമെ അഡാസ് ലെവൽ 2 ആദ്യം വന്ന ഇതിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് 2024 ഇറങ്ങിയിട്ടുള്ള പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2015 മുതൽ ഇതാ 2025 വരെ ഈ ഒരു സെഗ്മെന്റ് കീഴടക്കുന്ന ഒരു മെയിൻ ഹുണ്ടായിയുടെ വജ്രായുധം എന്ന് പറയുന്നത് ഈ ഹുണ്ടായിയുടെ ക്രെറ്റയാണ്. നമുക്ക് ഈ ക്രെറ്റ ഈ ഒരു സെഗ്മെന്റിലേക്ക് വേറൊരു വണ്ടി നമുക്ക് കടത്തി വിടാൻ സാധിക്കില്ല. പിന്നെ മാത്രല്ല ഈ ഒരു വാഹനം ബ്ലാക്ക് അവൈലബിൾ അല്ലേ? വൈറ്റ് മാത്രമല്ലല്ലോ. അല്ല, നമുക്ക് ഏകദേശം 5 സിംഗിൾ കളറും അതുപോലെ തന്നെ 2 ഡുവൽ കളറും പ്ലസ് അതിന് പുറമെ ഒരു മാറ്റ് കളറും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരും വെറിഡ് ആവേണ്ട ആവശ്യമില്ല. ഇയർ ബാക്കിൽ ഉണ്ടോന്നാണ് ചോദിച്ചത്. ഇയർ ബാക്കിൽ നമുക്ക് വൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഡിൽ കണ്ടുവരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് സൺറൂഫ്, പാനോറമിക് സൺറൂഫ്, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഫീച്ചേഴ്സ് എണ്ണി പറയാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഒരു പ്രൈസാണ്. ഇതിന് എത്ര പ്രൈസ്? നമുക്ക് ഇതിന്റെ ബേസ് മോഡലിൽ നമുക്ക് 13 ലക്ഷത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 24 റേഞ്ചിൽ വരെ നമുക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് ഓഫർ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഹുണ്ടായി ഓഫർ കൊടുക്കുന്നത് ഇയർ ബാക്ക് വാഹനങ്ങൾക്ക്. 50,000 രൂപ വരെയാണ് നമുക്ക് ഇതിന്റെ ഓഫർ. അപ്പൊ ഈ ഒരു മാസം വാഹനം എടുക്കുന്നവർക്ക് ഏകദേശം 50,000 രൂപയാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് അല്ലേ? അതെ. 4 ലക്ഷം രൂപ ഡിസ്കൗണ്ട് EV ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രെറ്റ EV ആണോ? അല്ല, അത് നമുക്ക് നമ്മുടെ പ്രീമിയം EV ആയിട്ടുള്ള അയോണിക് 5 എന്നുള്ള ഒരു മോഡലാണ്. ഗ്ലോബലി ഉള്ളൊരു വണ്ടിയാണ്. അത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലേക്ക് ആ വണ്ടിക്ക് നമുക്ക് മാക്സിമം 4 ലക്ഷം രൂപ ഇയർ ബാക്ക് വണ്ടികൾക്ക് നമുക്ക് 4 ലക്ഷം രൂപ വരെ അയോണിക് 5 നമുക്ക് ഓഫർ വരുന്നുണ്ട്. ക്രെറ്റ പുതിയ മോഡൽ EV ഇപ്പൊ നമ്മള് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ തോന്നുന്നു. അതെ, നമുക്ക് ജനുവരി 18 ഇത് ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നേ. 2025 അല്ലേ? ഈ വണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. EV സെഗ്മെന്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് കഴിച്ചു വെക്കുന്ന ഒരു വാഹനമാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കളർ അല്ലേ? EVക്ക് ചേർന്ന ഒരു കളർ കൂടിയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. മാത്രമല്ല അലോയി നോക്കട്ടെ, പക്ഷേ ഒരു കണ്ട ഒരു ക്രെറ്റയെന്നാണ് ഫസ്റ്റ് തോന്നുക. പിന്നീട് നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഒരു EV ആണെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 2 ബാറ്ററി ബാക്കപ്പ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് 42 കിലോ വാൾട്ടിന്റെ ബാറ്ററി ബാക്കപ്പും പിന്നെ ഒന്ന് 51.4 കിലോ വാൾട്ടിന്റെ ബാറ്ററി ബാക്കപ്പും. ഈ 51.4 കിലോ വാൾട്ടിന്റെ ബാറ്ററി ബാക്കപ്പിൽ നമുക്ക് 473 റേഞ്ചും 42 കിലോ വാൾട്ടിന്റെ ബാറ്ററി ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 390 റേഞ്ചാണ് വരുന്നത്. നമുക്ക് ഏകദേശം നമുക്കൊരു 19,90,000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 26 ലക്ഷത്തിന്റെ റേഞ്ചിലാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്നത്. റേറ്റ് വരുന്നത്. പുതിയ EVയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റേനാളിലും കൂടുതൽ അഡീഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗിയർ നമ്മൾ അയോണിക് 5 നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹുണ്ടായിന്റെ ലോഗോയിൽ വ്യത്യാസം കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ സ്റ്റിയറിംഗ് വീലിന്റെ അവിടെ നമുക്ക് ഹുണ്ടായിന്റെ ലോഗോയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം സാറിന് നോക്കിയാൽ മനസ്സിലാവും. ഇതില് ഒരു എന്താ പറയാ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതെ, മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേർവ്ഡ് ആയിട്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒരു ക്രെറ്റാന്നും പറയും, EV ആണ്. അപ്പൊ 4 അടി കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പറയാൻ മറന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളെ
ഡ്രൈവറുടെ സൈഡും കോ ഡ്രൈവറുടെ സൈഡും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. സീറ്റ് വരുന്നത് അതും 8A. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു V2L എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ വരും, വെഹിക്കിൾ ടു ലോഡ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു വണ്ടി ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ട്രിപ്പും കാറിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇതിലൊരു പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിൻ ഉപയോഗിച്ച് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാം. അതെ, ഇപ്പൊ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോഫി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള യൂസുകളിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം ഒരു ഫാമിലി കാർ നമുക്ക് വിശ്വസിക്കാം. അതെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രെറ്റ EV-യിലും അതുപോലെ തന്നെ ക്രെറ്റയിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഈ സീറ്റ് വെന്റിലേഷൻ. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ബാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആംബിയൻ ലൈറ്റ് ആണ് വരുന്നത്, ആംബിയൻസ് നൈറ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി പ്രൊജക്ട് ചെയ്ത് കാണാൻ. അതെ അതെ അതെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതുണ്ടോ നമുക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് സീറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി വരുന്ന ഒരു വാഹനമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും? കറന്റ് നിലവിൽ നമുക്ക് ഹുണ്ടായിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനുവരി 2025 18-ാം തീയതിയാണ് നമുക്ക് ഇത് ലോഞ്ച് ആയിട്ടുള്ളത്. കറന്റ് നമുക്ക് ഹുണ്ടായിന്റെ ഭാഗത്ത് നിന്ന് ഓഫർ കാര്യങ്ങളും വന്നിട്ടില്ല. വണ്ടി ചൂസ് ചെയ്യുന്നോണ്ട് എന്താണ് ഇപ്പൊ ഒരു ഓഫർ എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഓഫർ എന്നുള്ള നമുക്ക് രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത മാസം ഏപ്രിൽ മുതലാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ടി-വിയിൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ കേരള ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നിലവിൽ EV-കൾക്ക് ഈ ഒരു വർഷം ഈ ഒരു കലണ്ടർ ഫിനാൻഷ്യൽ ഇയർ മുതൽ നമുക്ക് 5% ടാക്സ് ഉള്ളത് 10%-ലേക്ക് മാറ്റി. നിലവിൽ ക്രെറ്റയുടെ ടാക്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 1 ലക്ഷം റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾ ഇനി വണ്ടി എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ഈ ഒരു മാസം വാഹനം എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപയാണ് ലാഭം, അങ്ങനെ തന്നെ പറയാം. എങ്ങനെയുണ്ട് ഒരു ന്യൂ കാർ ഓഫർ വീഡിയോ? പെരുന്നാൾക്ക് ആരെങ്കിലും ഹുണ്ടായിന്റെ ഒരു ബ്രാൻഡ് ന്യൂ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരം തന്നെയാണ്, ആരും തന്നെ മിസ് ചെയ്യരുത്. നമ്മൾ 4 ബ്രാഞ്ചിന്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ, ടാറ്റ.